അടുത്ത ചോദ്യം 5 + 25 ഹരിക്കണം 5 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 3 - 2 എത്ര? 5 + 25 ഹരിക്കണം 5 ഇൻറ്റു 3 - 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാവുന്നതുപോലെ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസ് റൂൾ. എന്താണ് ബോർഡ് മാസ് റൂൾ? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 3 - 2 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. 3 - 2 എത്രയാണ്? 1. ഓക്കെ. പിന്നെ ബ്രാക്കറ്റിനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. 25/5 ഉണ്ട്. അപ്പോൾ 25/5 എത്രയാണ്? 5. ഓക്കെ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 5 + 5 ഇൻറ്റു 1 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ 1 × 5 5. 5 + 5 10. ആൻസർ എത്രയാണ്? 10. ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 2/0.1 + 5/0.01 + 3/0.001 + 1 എത്ര? 2/0.1 + 5/0.01 + 3/0.001 + 1 എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ഡിനോമിനേറ്ററിലുള്ള 0.1 0.01 0.001 മാറ്റിയിട്ട് ഒന്നാക്കുമ്പോൾ നമുക്ക് ഈ ഡെസിമൽസ് ഇങ്ങോട്ട് വരുമ്പോൾ 10 × 10⁻⁻1 × 10⁻2 × 10⁻³ ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. 2/1 × 10⁻1 എന്ന് എഴുതാം 0.1 പ്ലസ് 5നെ 5/0.01 1 × 10⁻² എന്ന് എഴുതാം പ്ലസ് 3/0.001 1 × 10⁻³ എന്ന് എഴുതാം പ്ലസ് 1 അല്ലേ? ഇപ്പോൾ ഈ 10⁻1 മുകളിൽ പോകുമ്പോൾ ഇവിടെ 10 ആവും അല്ലേ? 10⁻1 മുകളിൽ പോകുമ്പോൾ ഇവിടെ എന്താവും? ഇൻറ്റു 10 ആകും. ഇവിടെയോ ഇത് മുകളിൽ പോകുമ്പോൾ ഇൻറ്റു 10⁻² ആവും. ഇവിടെ ഈ 10⁻³ മുകളിൽ പോകുമ്പോൾ ഇൻറ്റു 10⁻³ ആവും അല്ലേ? ഇപ്പം എന്താണ് ഉണ്ടായത്? ഡിനോമിനേറ്ററിലെല്ലാം ഒന്നാണ്. അപ്പോൾ 1 നമുക്ക് ഒഴിവാക്കാം അല്ലേ? അപ്പോൾ 2 × 10 20 പ്ലസ് /1 ആകുമ്പോൾ പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. 2 × 10 20 പ്ലസ് 5 × 10² 100. 5 × 100 500 പ്ലസ് 3 × 1000 3000 പ്ലസ് 1 എത്ര കിട്ടുക? 20ഉം 500ഉം 520 520 3000 3520 പ്ലസ് 1 3521. ആൻസർ എത്രയാണ്? 3521. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ 30%, 20%, 10% 24 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സംഖ്യയുടെ സംഖ്യ ഞാൻ എക്സ് ആക്കി എടുത്തു. അപ്പോൾ ഒരു സംഖ്യയുടെ 30% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 30/100 30%, 20%. അപ്പോൾ ഇതിൻ്റെ 20%, അതായത് 20/100 20%, 10%. അപ്പോൾ ഇതിൻ്റെ 10%, 10/100 എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? എക്സ് ആണ് നമുക്ക് വേണ്ടത്. അതായത് എക്സിൻ്റെ 30%, 20%, 10%, 24. അതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 0 യും 0 യും ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 3 × 2 6 6 × 1 6 6x. ന്യൂമറേറ്ററിൽ 6x ഉണ്ടാവും. 10 × 10 100 100 × 10 1000 1000 ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? 24 ഉണ്ട്. സോ എക്സ് ഈക്വൽ ടു 24 × 1000 ഡിവൈഡഡ് ബൈ 6. ഈ 6ഉം 24ഉം വെട്ടിയാൽ പിന്നെ ഇവിടെ 4 ഉണ്ടാവും. 4 × 1000 4000. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4000. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം
1600 രൂപക്ക് വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിൽ വിറ്റെങ്കിൽ വിറ്റ വില എത്ര? അതായത് 1600 രൂപക്ക് വാങ്ങിയ ഒരു സാധനം, ഇത് വിറ്റത് 12% നഷ്ടത്തിലാണ്. അങ്ങനെയെങ്കിൽ വിറ്റ വില എത്ര എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, 12% നഷ്ടത്തിൽ 1600ന്റെ 12% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ വിറ്റ വില എത്ര പെർസെൻറ്റേജ് ആണ്? 100%ആണിത്. 1600 എന്ന് പറയുമ്പോൾ 100%. 100%ത്തിന്റെ 12% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ 88%-ത്തിനാണ് വിറ്റത്. ഏതിൻ്റെ? 1600ന്റെ 88%-ത്തിനാണ് വിറ്റത്. കാരണം 12% നഷ്ടത്തിലാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് 1600ന്റെ 88% എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അതായിരിക്കും വിറ്റ വില. അതായത് 1600ന്റെ 1% എന്ന് പറയുന്നത് 1600/100, 88% എന്ന് പറയുന്നത് ഇൻറ്റു 88 അല്ലേ? ഇതാണ് നമുക്ക് വിറ്റ വില കിട്ടുക. അപ്പോൾ 0 0 0 വെട്ടി പിന്നെന്താണ് 16 × 88, 16 × 88, 16 × 88 1408 ആണ് കേട്ടോ. എത്ര കിട്ടുക? 1408. അപ്പോൾ വിറ്റ വില 1408. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 9% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ചിഞ്ചു 15,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത് അല്ലെ? എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? 15,000 രൂപയാണ് നിക്ഷേപിച്ചത്. 15,000 രൂപ. പലിശ നിരക്ക് എത്രയാണ്? 9% ആണ് ബാങ്കിന്റെ പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1-ാം വർഷം 2-ാം വർഷം അല്ലേ? 1-ാം വർഷം ആകുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ 9%, 15,000ത്തിന്റെ 9% അല്ലേ? 15,000ത്തിന്റെ 9% എന്ന് പറയുമ്പോൾ 15,000 ഡിവൈഡ് ബൈ 100 ആണ് 15,000ത്തിന്റെ 1%. 9% എന്ന് പറയുമ്പോൾ ഇൻറ്റു 9. 0 0 0 0 വെട്ടിയാൽ 150 × 9. 150 × 9 എത്ര കിട്ടുക? 150 × 9 1350 ആണ് കിട്ടുക. എത്ര കിട്ടുക? 1350. അപ്പോൾ 1-ാമത്തെ വർഷം പലിശ എന്ന് പറയുന്നത് 1350 ആണ്. ഇനി 2-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം പലിശ, അതായത് ഈ 15,000ത്തിന്റെ 9% ഉണ്ടാവും പലിശ, അതായത് 1350 രൂപ ഉണ്ടാവും. പ്ലസ് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് ആയതുകൊണ്ട് തന്നെ 1-ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിന്റെ 9% കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. ഓക്കെ, അതായത് 1350ന്റെ 9%. അപ്പോൾ അതെങ്ങനെ കാണാം? 1350/100 ചെയ്താൽ 1% കിട്ടും ഇൻറ്റു 9 അല്ലേ? അപ്പോൾ ഈ 0 0 കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ 10 ഉണ്ട്, 135 ഉണ്ട്. 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവുക? 2ഉം 35ൽ 7, അതായത് 27 × 9/2 അല്ലേ? 27 × 9/2. അപ്പോൾ 27 × 9 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 27 × 9 243/2 ഉണ്ടാവും അല്ലേ? അപ്പോൾ 243നെ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 24ൽ 12, പിന്നെ ഇവിടെ 3 ഉണ്ട് അല്ലെ? 3ൽ 2ലാകുമ്പോൾ 1.5 അല്ലേ? അപ്പോൾ 121.5 ആണെന്ത്? 243/2 121.5. അതായത് 1350ന്റെ 9% 121.5 ആണ്. അപ്പോൾ അതും കൂടി ഇവിടെ ഉണ്ടാവും, പ്ലസ് 121.5. അപ്പോൾ 2-ാമത്തെ വർഷം അവസാനം ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ കൂടെ 121 കൂടി കൂട്ടണം. അതായത് 0.5 ഉണ്ടാവും. പിന്നെ 5 + 1 5 + 1 6, 3 + 2 0 + 1 1, 5 + 2 7, 3 + 1 4, പിന്നെ 1. അതായത് 1471 രൂപ 71.5. അതാണ് 2-ാമത്തെ വർഷം ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ
2 വർഷം കഴിയുമ്പോൾ ടോട്ടൽ എത്ര രൂപയാകും? അദ്ദേഹത്തിൻ്റെ മുതൽ 15,000 പ്ലസ് ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 1350 പ്ലസ് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 1471.5. ഇത് കൂട്ടി എത്ര കിട്ടുക? ഡെസിമൽ 0.5 ഉണ്ടാവും. 1 പ്ലസ് 0 1 പ്ലസ് 0 1 7 പ്ലസ് 5 12 12 പ്ലസ് 0 12 2 ശിഷ്ടം 1 ഉണ്ടാവും. 4 പ്ലസ് 3 7 7 പ്ലസ് 0 7 7 1 8 1 പ്ലസ് 1 2 2 പ്ലസ് 5 7 പിന്നെ ഇവിടെ എന്തുണ്ട്? ഒന്നുണ്ട്. അതായത് 17,821.5 രൂപയാണെന്ത് 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുക. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ 17,821 രൂപ 50 പൈസ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. നീളം 2 സെന്റിമീറ്റർ കൂട്ടി ചതുരം വലുതാക്കിയപ്പോൾ ഈ അംശബന്ധം 5:3. ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര? അതാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഒരു ചതുരമുണ്ട്, ആ ചതുരത്തിന്റെ നീളം എല്ലും ബ്രെഡ്ത്ത് ബിയും ആയാൽ അതിന്റെ അംശബന്ധം തന്നിട്ടുണ്ട് L:B. എത്രയാണ്? 3:2 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്തു. ലെങ്ത്തിന്റെ കൂടെ 2 സെന്റിമീറ്റർ കൂട്ടി. അപ്പോൾ പുതിയ ചതുരത്തിന്റെ ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും അംശബന്ധം എന്ന് പറഞ്ഞാൽ L+2 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്ത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാ? 5:3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കാണേണ്ടത്. L അതുപോലെ തന്നെ ബ്രെഡ്ത്ത് B ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അംശബന്ധങ്ങൾ നോക്കുമ്പോൾ ബ്രെഡ്ത്തിന് മാറ്റമൊന്നുമില്ല. ഇവിടെയും ബി തന്നെയാണ്, ഇവിടെയും ബി തന്നെയാണ്. ലെങ്ത്തിന് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ അംശബന്ധത്തിൽ ഒന്നാമത്തതിൽ ഇവിടെ 2 ആണ്, ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പോൾ ബ്രെഡ്ത്തിന് ചേഞ്ച് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ അംശബന്ധത്തിലും ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് ഒരു സംഖ്യ വരുത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ 2ന്റെയും 3ന്റെയും LCM നോക്കുമ്പോൾ 6 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഇവിടെയും 6 ആക്കണം, ഇവിടെയും 6 ആക്കണം. കാരണം ബ്രെഡ്ത്തിന് മാറ്റമൊന്നുമില്ല. ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ ഈ ഭാഗത്തും ഞാൻ 3 കൊണ്ട് ഗുണിക്കണം. ഇനി ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ ശരിയാക്കുന്നതിന്, അതായത് നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെ അംശബന്ധം എന്ന് പറയുന്നത് ആദ്യത്തേത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3x3 9:6 ആണ്. ലെങ്ത് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ളത്, അതായത് L+2:B എന്ന് പറയുന്നത് 2x5 10:3x2 6 ആണ്. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്തുകൾ രണ്ടിടത്തും സെയിം ആയി. ഇനി നമുക്ക് കാണേണ്ടത് ആദ്യത്തെ ചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കാണേണ്ടത്. അതായത് L:B = 9:6 ആണ്. അതായത് ലെങ്ത്ത് 9x ആണ്, ബ്രെഡ്ത്ത് 6x ആണ്. അതിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, രണ്ടാമത്തതിൽ ലെങ്ത്ത് L+2:B എന്ന് പറയുന്നത് ലെങ്ത്ത് 10x ആണെങ്കിൽ ബ്രെഡ്ത്ത് 6x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ചതുരങ്ങളിലെയും ബ്രെഡ്ത്തുകൾ രണ്ടും സെയിം ആണ്, 6x ആണ്. പക്ഷേ ലെങ്ത്തുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് ലെങ്ത് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10x ആണ്, അതിന് മുമ്പ് എത്രയാണ്? 9x ആണ്. അപ്പോൾ ലെങ്ത്തുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10x - 9x ആണ്. ഇത് എത്രയാണ്? ലെങ്ത്തുകൾ തമ്മിലുള്ള വ്യത്യാസം 2 സെന്റിമീറ്റർ ആണ്. കാരണം നമ്മൾ 2 സെന്റിമീറ്റർ മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ 10x - 9x എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അതായത് 10x നിന്ന് 9x പോയാൽ x = എത്രയാണ്? 2 സെന്റിമീറ്റർ. അപ്പോൾ എക്സിന്റെ വില കിട്ടി നമുക്ക്. എക്സിന്റെ വില കിട്ടിയാൽ നമുക്ക് 9x-ഉം 6x-ഉം കാണാം. കാരണം നമുക്ക് 9x-ഉം 6x-ഉം ആണ് വേണ്ടത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 9x ആണ്. ആദ്യത്തെ ചതുരത്തിന്റെ 9x-ഉം 6x-ഉം ആണ് നമുക്ക് കാണേണ്ടത്. സോ 9x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 9x ആണ് ആദ്യത്തെ ചതുരത്തിന്റെ. സോ 9 × x-ന്റെ വില 2 സെന്റിമീറ്റർ. 2 എത്ര? 18 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഇനി ബ്രെഡ്ത്ത് എത്ര? 6x ആണ്. 6 × 2 എത്ര? 12 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് 18 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 12 സെന്റിമീറ്ററും. 18,12 ഇതാണ് നമ്മുടെ ആൻസർ.
ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 500 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 500 മീറ്റർ നീളമുള്ള പാലം കടക്കുവാൻ ഈ തീവണ്ടി എത്ര സെക്കൻഡ് സമയം എടുക്കണം? അതായത് ഒരു തീവണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 500 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ട്രെയിൻ. ഈ ട്രെയിനിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്. ഈ ട്രെയിൻ ഒരു പാലം മറികടക്കാൻ, പാലത്തിന്റെ നീളം എത്രയാണ്? പാലത്തിന്റെ നീളം 500 മീറ്റർ ആണ്, ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, ഈ പാലം മറികടക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്, സമയം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രെയിനിന്റെ കാൽക്കുലേഷനിൽ ടൈം ടേക്കൺ ഫോർ പാസ് എ ട്രെയിൻ എ ബ്രിഡ്ജ് ടി ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുമ്പോൾ 500, ലെങ്ത് ഓഫ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 500. 500 പ്ലസ് 500 1000 മീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്ര? 90 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം നമുക്ക് ടൈം സെക്കൻഡിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ആണ്. അപ്പോൾ 60 ഇൻറ്റു 60 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 90 കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് 90 ഇൻറ്റു കിലോമീറ്ററിൻ്റെ സ്ഥാനത്ത് 1000 മീറ്റർ ഡിവൈഡഡ് ബൈ മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 60 ഇൻറ്റു 60 സെക്കൻഡ്. അടുത്ത സ്റ്റെപ്പിൽ ഈ 60 ഇൻറ്റു 60 മുകളിൽ പോകും. അപ്പോൾ അവിടെ മുകളിൽ 100 മീറ്റർ, ഈ മീറ്ററും വെട്ടും, പിന്നെ 100 ഉണ്ടാവും. 100 ഇൻറ്റു 60 ഇൻറ്റു 60 ബൈ 90 ഇൻറ്റു 1000. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സീറോസ് ഒക്കെ വെട്ടിക്കളഞ്ഞാൽ 0 0 0യും 0 0യും 0യും വെട്ടി, ഈ 0യും 0യും വെട്ടി. അപ്പോൾ മുകളിൽ 6 ഇൻറ്റു 6 ഉണ്ട്, താഴെ 9 ഉണ്ട്. അപ്പോൾ ഈ 6നെയും 9നെയും 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2, ഇവിടെ 3 അല്ലേ? ഈ 6നെയും 3നെയും വെട്ടിയാൽ ഇവിടെ 2. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 2 ഇൻറ്റു 2 ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും. അതായത് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എത്ര? 4. അപ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ് ദ ട്രെയിൻ ഫോർ ടു എ ബ്രിഡ്ജ്, അതായത് ഈ ബ്രിഡ്ജിനെ, ഈ ട്രെയിൻ കടക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. എത്രയാണ്? 4 സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷനിൽ 4 സെക്കൻഡ് എന്നുള്ള സമയമല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഓപ്ഷനിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുമ്പോൾ 500 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് 500. 500 പ്ലസ് 500 എത്ര വരും? 1000 മീറ്റർ വരും. എത്ര വരും? 1000 മീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര? 90 കിലോമീറ്റർ പെർ അവർ ആണ്. 90 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആൻസർ വരുന്നത് സെക്കൻഡിലാണ്. ടൈം നമുക്ക് സെക്കൻഡിലാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെയും ട്രെയിനിൻ്റെയും ലെങ്ത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ 90 ഇൻറ്റു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ഡിവൈഡഡ് ബൈ മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 60 ഇൻറ്റു 60 സെക്കൻഡ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 60 ഇൻറ്റു 60 മുകളിൽ പോകും. അപ്പോൾ അവിടെ 1000 ഇൻറ്റു 60 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 1000. അപ്പോൾ സീറോസ് ഒക്കെ വെട്ടിക്കളഞ്ഞാൽ 0യും 0യും ഈ 1000 വെട്ടും. പിന്നെ ഈ 90ത്തെ ഒരു 0യും ഇതും വെട്ടും. പിന്നെ 6ൽ 3 വെട്ടിയാൽ 2, 9ൽ 3നെ വെട്ടിയാൽ 3. പിന്നെ ഇവിടെ 60 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 60ൽ എത്ര 3 ഉണ്ട്? 20 3 ഉണ്ട്.
എത്ര 23. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ കിട്ടിയത് 20 × 2, ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല. 20 × 2 എത്ര 40. അപ്പോൾ 40 സെക്കൻഡാണ് ഈ ട്രെയിന് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുള്ള സമയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 3/11 all raised to 4 into 3/11 all raised to 6 equal to 3/11 all raised to 2x ആയാൽ x എത്ര? 3/11 all raised to 4 into 3/11 all raised to 6 equal to 3/11 all raised to 2x ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് എല്ലാം 3/11 ആണ് അല്ലേ? അപ്പോൾ 3/11 ഇൻറ്റു 11 raised to 4 ഇൻറ്റു 3/11 raised to 6നെ നമുക്ക് 3/11 all raised to 4 plus 6 എന്ന് എഴുതാം. ഇവിടെ 3/11 all raised to 2x. ഇതെങ്ങനെ ഇങ്ങനെ എഴുതിയത്? നമുക്കറിയാം a raised to b ഇൻറ്റു a raised to c എന്ന് പറഞ്ഞാൽ a raised to b plus c ആണ് അല്ലേ? അപ്പോൾ അതേ റൂളിലാണ് നമുക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ബേസ് രണ്ടിടത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 3/11 ആണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ 4 plus 6 10 ഈക്വൽ ടു 2x. സോ എക്സ് ഈക്വൽ ടു 10/2. എത്ര 10/2? 5. അപ്പോൾ എക്സിൻ്റെ വില എത്ര? 5. നമ്മൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം പാത വിസ്തീർണം 64 പൈ ചതുരശ്ര സെന്റിമീറ്ററും ഉയരം 9 സെന്റിമീറ്ററും ആയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്ര? അപ്പോൾ നമുക്കറിയാം വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഇതാണ് വൃത്തസ്തൂപിക അല്ലേ? ഇതാണ് വൃത്തസ്തൂപിക. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു വൃത്തായിരിക്കും അല്ലേ? ഒരു വൃത്താണ് ബേസിൽ. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? താഴെയുള്ള ബേസിലുള്ള വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 64 പൈ ആണ് അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ. അതേപോലെ തന്നെ ഈ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് h. എത്രയാണ്? 9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തം വോളിയം നമുക്കറിയാം. വൃത്തസ്തൂപികയുടെ വോളിയം എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു 1/3 ഇൻറ്റു πr² ഇൻറ്റു h ആണ്. ഈ πr² എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേസിലുള്ള വൃത്തത്തിൻ്റെ ഏരിയയാണ് πr². അപ്പോൾ πr² ആണ് ഈ 64 പൈ എന്ന് തന്നിട്ടുള്ളത്. h പിന്നെ 9 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു πr² സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 64 പൈ എന്ന് കൊടുത്താൽ മതി. ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 9 അല്ലേ? അപ്പോൾ നമുക്കിതാണ് കാണേണ്ടത്. സോ ഈ 9നെയും 3നെയും 9നെയും വെട്ടിയാൽ ഇവിടെ 3 ഉണ്ടാവും അല്ലേ? അപ്പം 3 ഇൻറ്റു 64 192 പൈ. വോളിയം എത്രയാണ്? 192 പൈ ആണ് വരിക. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. കാരണം ഓപ്ഷൻ ബിയും ഡിയും 192, ഓപ്ഷൻ ഡി 192 എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണെന്ത് 192 പൈ എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കാതെ നോക്കാം. ഓക്കെ, 192 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് വോളിയം. അടുത്ത ചോദ്യം 1, 4, 9, 16 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1, 4, 9, 16 ഡാഷ്. ഇതിൽ അടുത്ത സംഖ്യ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1നെ നമുക്ക് 1 സ്ക്വയർ എഴുതാം, 4നെ നമുക്ക് 2 സ്ക്വയർ എഴുതാം, 9നെ നമുക്ക് 3 സ്ക്വയർ എഴുതാം, 16നെ നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? 5 സ്ക്വയർ ആയിരിക്കും. 5 സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ അടുത്ത സംഖ്യ വരിക ഈ സീരീസിൽ 25. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഹരിക്കണം എന്നത് പ്ലസും ഇൻറ്റു എന്നത് മൈനസും പ്ലസ് എന്നത് ഇൻറ്റുവും മൈനസ് എന്നത് ഹരണവും ആയാൽ 15 മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു 3 ഹരിക്കണം 2 എത്ര? അപ്പോൾ നമുക്ക് കാണേണ്ടത് 15 മൈനസ് 5
പ്ലസ് 2 ഇൻറ്റു 3 ഹരിക്കണം 2 നമുക്ക് കാണേണ്ടത്. ഓക്കെ. പക്ഷേ ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റങ്ങളുണ്ട്. കാരണം നമ്മളോട് പറഞ്ഞുള്ളത് ഹരണം എന്നുള്ളത് എന്താണ്? പ്ലസ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റു എന്നുള്ളത് മൈനസ് ആണ്. പ്ലസ് എന്നുള്ളത് ഇൻറ്റു ആണ്. മൈനസ് എന്നുള്ളത് ഹരണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചിഹ്നങ്ങൾ മാറ്റണം. ഇവിടെ 15 മൈനസിൻ്റെ 15 സംഖ്യകൾ മാത്രം എഴുതാണ് ഞാൻ ആദ്യം. ഇനി ചിഹ്നങ്ങൾ മാറ്റുകയാണ്. ഇവിടെ മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹരണമാണ്. അപ്പോൾ അതിവിടെ എഴുതുക. അടുത്ത ചിഹ്നം പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു ആണ്. അടുത്ത ചിഹ്നം ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ആണ്. അടുത്തത് ഹരണമാണ്. ഹരണം എന്ന് പറഞ്ഞാൽ ഏതാ? പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിനകത്ത് ആദ്യം ചെയ്യണം, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 15 ഹരിക്കണം 5 3 ആണ്. പിന്നെ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇത് 3 ആവുമ്പോൾ ഇവിടെ ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. എത്ര? 6. പിന്നെ ഇവിടെ മൈനസ് 3 ഉണ്ട്, പ്ലസ് 2 ഉണ്ട്. 6 പ്ലസ് 2 8. 8 മൈനസ് 3 5 ആണ്. ഫൈനൽ ആൻസർ എത്രയാണ്? 5. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇയർ എന്നുള്ളത് ZFBU ആണെങ്കിൽ ക്യൂയിൻ എന്നുള്ളത് എങ്ങനെ കോഡ് ചെയ്യാം? എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? ഇയർ YEAR ഇതിനെ കോഡ് ചെയ്തിട്ടുള്ളത് ZFBU ആണ്. അങ്ങനെയാണെങ്കിൽ ക്വീൻ QUEEN ഇതിനെങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലെ ഈ ഇയറിനെ എങ്ങനെയാണോ ഇതിലേക്ക് കോഡ് ചെയ്തിട്ടുള്ളത് അതേ റിലേഷൻ, അതേ മെത്തേഡ് തന്നെ ആയിരിക്കും ഈ ക്യൂവിനെ ഇവിടേക്ക് കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലെറ്റർ Y ആണ്. വൈനെ ഇതിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്? സെറ്റിലേക്ക്. അതായത് Y കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് സെറ്റ് അല്ലേ? Y കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് സെറ്റ്. അതുപോലെ തന്നെ ഇനെ എഫിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇ കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ലെറ്ററാണ് എഫ്. അതേപോലെ തന്നെ എനെ ബിയിലേക്ക്, എ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് ഇത് ബി. ആറിനെ യുയിലേക്ക്, ആറ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണിത് യു. അപ്പോൾ നമ്മൾ കോഡിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. അപ്പോൾ ഇവിടെ വൈനെ സെറ്റിലേക്ക്, അതായത് വൈൻ്റെ തൊട്ടടുത്ത ലെറ്റർക്കാണ് സെറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇനെ എഫിലേക്ക്, ഇ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് ഇത് എഫ്. അതുപോലെ തന്നെ എനെ ബിയിലേക്ക്, എ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് ഇത് ബി അല്ലേ? ആറിനെ യുയിലേക്ക്, ആറ് കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് യു. ആറ് കഴിഞ്ഞാൽ എസും ടിയും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തൊട്ടടുത്ത ലെറ്റർക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ക്യൂവിനെ തൊട്ടടുത്ത ലെറ്റർ ആറിലേക്ക്, യുവിനെ തൊട്ടടുത്ത ലെറ്ററായ വിയിലേക്ക്, ഇനെ തൊട്ടടുത്ത ലെറ്ററായ എഫിലേക്ക്, ഈ ഇയും തൊട്ടടുത്ത ലെറ്ററായ എഫിലേക്ക്. എന്നിനെ എങ്ങോട്ടായിരിക്കും കോഡ് ചെയ്യുക? എന്നിനെ കോഡ് ചെയ്യേണ്ടത് 2 ലെറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? എന്ന് ക്യൂവിലേക്കാണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളെ റിസൾട്ടൻ്റ് കോഡ് എന്ന് പറഞ്ഞാൽ RVFFQ. RVFFQ. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, ഒറ്റയാൻ ഏത്? 17, 19, 17, 19, 21, 23 ഇതിൽ ഒറ്റയാൻ ഏത്? ഒറ്റയാൻ 21 ആണ്. കാരണം 21 പ്രൈം നമ്പർ അല്ല, 17 പ്രൈം നമ്പറാണ്, 19 പ്രൈം നമ്പറാണ്, 23 പ്രൈം നമ്പറാണ്. കാരണം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ, ഈ പ്രൈം നമ്പേഴ്സിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ ആ നമ്പർ കൊണ്ടോ പിന്നെ 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ അല്ലേ? അതായത് 17 × 1 എന്ന് മാത്രമേ നമുക്കിതിനെ എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ 19 × 1, 23 × 1.
21 നമുക്ക് 7 × 3 21 7 കൊണ്ട് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 21 ഇവിടെ പറ്റുക. 21 പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ബിയുടെ സഹോദരിയാണ് എ. അപ്പോൾ ബിയുടെ സഹോദരിയാണ് ആര്? എ. സഹോദരിയാണ്, അപ്പോൾ ഫീമെയിൽ ആണ്, അപ്പോൾ ഞാൻ മൈനസ് ഇട്ടു. ബിയുടെ അമ്മയാണ് സി. ബിയുടെ അമ്മയാണ് ആര്? സി. ബിയുടെ അമ്മയാണ് സി. സിയുടെ അച്ഛനാണ് ഡി. സിയുടെ ആരാണ് ഡി? അച്ഛൻ. പ്ലസ് ഇട്ടു, അച്ഛനാകുമ്പോൾ പ്ലസ് ഇട്ടു. ഡിയുടെ അമ്മയാണ് ഇ. ഡിയുടെ ആരാണ്? ഇ. അമ്മയാണ്, മൈനസ്. എങ്കിൽ ഡിയുടെ ആരാണ്? എ. ഡിയുടെ ആരാണ്? എ. അതാണ് നമുക്ക് കാണേണ്ടത്. ഡിയുടെ മകള് ആണ് സി. മകളുടെ മക്കളാണ് ബിയും എയും, അല്ലെ? എ എന്ന് പറയുന്നത് മകളാണ്, സഹോദരി എന്നാണ് പറഞ്ഞത് നമ്മൾ. ബിയുടെ സഹോദരിയാണ്, അപ്പോൾ ഇത് പെണ്ണാണ്. അപ്പോൾ ഡിയുടെ മകളുടെ മകളാണ് ആര്? എ. അപ്പോൾ മകളുടെ മകൾ, ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിനോദ് 30 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ ദൂരം നടന്നു. എങ്കിൽ വിനോദ് യാത്ര തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണുള്ളത്? അപ്പോൾ ഇവിടെ വിനോദ് ഉണ്ട്. വിനോദ് 30 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. സോറി, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ്, ഇടത് ഭാഗത്തേക്ക്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ്, അല്ലേ? ഇത് തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്. നമ്മോട് പറഞ്ഞുള്ളത് വിനോദ് 30 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. അപ്പോൾ വിനോദ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറോട്ട് 30 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. അപ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ വലതുഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടാ. ഇങ്ങോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. 40 മീറ്റർ നടന്നു. ഓക്കെ, എങ്കിൽ വിനോദ് യാത്ര തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ്? വിനോദ് യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്, യാത്ര അവസാനിച്ചത് ഇവിടെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു മട്ടത്രികോണാണ്, അല്ലേ? അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ കർണാണിത്. ഈ ഡിസ്റ്റൻസ് കർണ, ഇത് പാദം, ഇത് ലംബം. അപ്പോൾ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ദാറ്റ് ഈസ് 30ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 പ്ലസ് 40ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1600. 900 1600 കൂട്ടിക്കഴിഞ്ഞാൽ 0 0 9 6 15 5 ശിഷ്ടം 1 1 1 2. അപ്പോൾ ഡി സ്ക്വയർ അല്ലെങ്കിൽ കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500 ആണ്. പക്ഷെ നമുക്ക് കർണാണ് കാണേണ്ടത്. അപ്പോൾ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 2500. 2500ന്റെ റൂട്ട് എത്രയാണ്? 25 5 50. എത്രയാണ്? 50. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ ആണ്. അപ്പോൾ വിനോദ് ഇപ്പോൾ തുടങ്ങിയ സ്ഥലവും വിനോദ് നിൽക്കുന്ന സ്ഥലവും തുടങ്ങിയ സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഒരു വരിയിൽ നിൽക്കുന്ന ആൺകുട്ടികളിൽ സുനിൽ ഇടത് നിന്ന് 15ാമതും വലത് നിന്ന് 7ാമതും ആണ്. എങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ഓക്കെ, അപ്പോൾ സുനിൽ ഒരു വരിയിൽ നിൽക്കുകയാണ്. ഇവിടെയാണ് സുനിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സുനിലിന്റെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഇടത് നിന്ന് 15ാമത്, അതായത് ഈ ഭാഗത്ത് നിന്ന് 15ാമത്തെ ആളാണ് ആര്? സുനിൽ. അതുപോലെ തന്നെ വലത് നിന്ന് 7ാമത്, വലത് ഭാഗത്ത് നിന്ന് സുനിൽ 7ാമത്തെ ആളാണ്. അങ്ങനെയാണെങ്കിൽ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ സുനിലിന്റെ ഇടത് നിന്ന് 15ാമതാ. അപ്പോൾ സുനിലിന്റെ പിറകിൽ ഇടത് ഭാഗത്ത് എത്ര കുട്ടികളുണ്ട്? ഇവിടെ 14 കുട്ടികളുണ്ട്. 15ാമത് സുനില. അതേപോലെ തന്നെ വലത് ഭാഗത്ത് നിന്ന് സുനിൽ 7ാമതാ. അപ്പോൾ വലത് ഭാഗത്ത് സുനിലിന്റെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പോൾ ഈ വരിയിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? സുനിലിന്റെ ഇടത് ഭാഗത്ത് 14 പേര് പ്ലസ് സുനിലിന്റെ വലത് ഭാഗത്ത് 6 പേര് പ്ലസ് സുനിൽ. 14 6 20, 21 21. അപ്പോൾ ഈ വരിയിൽ എത്ര പേരുണ്ട്? 21 പേരുണ്ട്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം, 2016 മാർച്ച് 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ ആ മാസം എത്ര ബുധനാഴ്ച ഉണ്ടാകും? അതായത് 2016 മാർച്ച് 1-ാം തീയതി ഏതാ ദിവസം എന്ന് പറയുന്നത്? ചൊവ്വാഴ്ചയാണ്, ചൊവ്വ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാസം, അതായത് മാർച്ച് മാസം എത്ര ബുധനാഴ്ചകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 1-ാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ മാർച്ച് 2-ാം തീയതി ബുധനായിരിക്കും അല്ലേ? പിന്നെ നമുക്കറിയാം ഒരു മാസത്തിൽ 4 ആഴ്ചകൾ ഉണ്ടാവുക. എല്ലാ മാസത്തിലും 4 ആഴ്ചകൾ ഉണ്ടാവുക. അപ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്, 7 days ആണ് ഒരു വീക്ക്. അപ്പോൾ 4 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ദിവസമായി 4 ആഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ? 4 × 7 28 ദിവസത്തിൻ്റെ ഉള്ളിൽ 4 ആഴ്ചകൾ വരും. അതായത് 28 ഡേയ്സിൻ്റെ ഉള്ളിൽ 4 വീക്കുകൾ ഉണ്ടാവും. ഓക്കെ, 4 വീക്ക് എന്ന് പറഞ്ഞാൽ 4 ഓരോ വീക്കിലും ഓരോ ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമല്ലോ അല്ലേ? അപ്പോൾ 4 ബുധനാഴ്ച ഉണ്ടാവും. നമ്മൾ ബുധനാഴ്ച മാർച്ച് മാസം എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചുള്ളത്. ഓരോ ദിവസവും 4 ഉണ്ടാവും. കാരണം 4 വീക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും 4 ഉണ്ടാവും ഒരു മാസത്തിൽ. അപ്പോൾ ബുധൻ 4 ഉണ്ടാവും. പിന്നെ 28 ദിവസമായിട്ടുള്ളൂ. 28 ദിവസമല്ലല്ലോ, നമ്മൾ മാർച്ച് ആകുമ്പോൾ 31 വരെ ഉണ്ടാവും. അപ്പോൾ 29-ാമത്തെ ദിവസമുണ്ട്, 30-ാമത്തെ ദിവസമുണ്ട്. 30 ദിവസമുള്ളതാണെങ്കിൽ 31 ദിവസമുള്ള മാസമാണെങ്കിൽ 31-ാമത്തെ ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ 29-ാമത്തെ ദിവസം എന്ന് പറയുന്നത് 4 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് 1-ാം തീയതി ഏതാണോ ദിവസം അതായിരിക്കും വരിക. 30-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 2-ാം തീയതി ഏതാണോ ദിവസം അതായിരിക്കും വരിക. 31-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 3-ാം തീയതി ഏതാണോ ദിവസം, ആ മാസത്തിലെ 3-ാം തീയതി ഏതാണോ ദിവസം അതായിരിക്കും 31-ാം തീയതി വരിക അല്ലേ? അപ്പോൾ നമ്മളോട് ബുധനാഴ്ച എത്രയാണെന്നാണ് ചോദിച്ചത്. ബുധനാഴ്ച 4 വീക്ക് ഉണ്ടാകുമ്പോൾ ബുധനാഴ്ച എത്ര ഉണ്ടാവും? 4 ബുധനാഴ്ചകൾ ഉണ്ടാവും. പ്ലസ് 29-ാം തീയതി വീണ്ടും ചൊവ്വാഴ്ച വരും. കാരണം 1-ാം തീയതി ചൊവ്വയാണ്, 2-ാം തീയതി ബുധനാണ്. അപ്പോൾ 30-ാം തീയതി ഏതാ ദിവസം? ബുധൻ. അപ്പോൾ ഒന്നും കൂടി വന്നു. അപ്പോൾ ടോട്ടൽ എത്ര ബുധനുകൾ വന്നു? 5 വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ 5 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ കാര്യത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 28 ദിവസം കഴിയുമ്പോഴേക്കും 4 ആഴ്ചകൾ കംപ്ലീറ്റ് ആവും. അതായത് 1-ാമത്തെ ദിവസം ഏതാണോ അത് മുതൽ 28-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഓരോ ദിവസവും 4 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ 29-ാമത്തെ ദിവസം വരുന്നത് 1-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും, ഒന്നായിരിക്കും വരിക. 1-ാം തീയതി ഏതാണോ ദിവസം അതായിരിക്കും 29-ാം തീയതി വരിക. 30-ാം തീയതി വരുന്ന ദിവസം 2-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും. 31 മാസമാണെങ്കിൽ 3-ാം തീയതിക്കത്തെ ദിവസമായിരിക്കും. അപ്പോൾ എല്ലാ മാസത്തിലും 1-ാം തീയതിക്കത്തെ ദിവസവും 2-ാം തീയതിക്കത്തെ ദിവസവും 3-ാം തീയതിക്കത്തെ ദിവസവും 5 തവണ ഉണ്ടാവും മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 10:20. എതിർവശത്തുള്ള കണ്ണാടിയിൽ നോക്കിയാൽ ക്ലോക്കിൽ എത്ര സമയമായിരിക്കും? ഒരു ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 10:20 ആണ്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിലെ സമയം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സമയം 11:60 നിന്ന് മൈനസ് ചെയ്താൽ മതി. മിറർ ഇമേജ് കാണാൻ, മിററിലത്തെ സമയം കാണാൻ. ഓക്കെ, അപ്പോൾ 11:60 മൈനസ് ക്ലോക്കിലെ യഥാർത്ഥ സമയം 10:20. 0 0 0, 6 2 പോയാൽ 4, 1 0 പോയാൽ 1, 1 1 0. അപ്പോൾ 1:40 ആയിരിക്കും എന്ത്? മിററിലത്തെ സമയം. ഓപ്ഷൻ ബി.